മാൾട്ടയിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം, പിന്നെ അതിനകത്ത് സൈൻ ഇൻ ചെയ്യണം. പിന്നെ രണ്ടാമത് വരുന്നത് എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി വയ്ക്കണം. ഒറിജിനൽ ഒരിക്കലും സബ്മിറ്റ് ചെയ്യരുത്, പാസ്പോർട്ട് കോപ്പി വയ്ക്കാവൂ. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 3 വേണം. അതിൽ ഒരു ഫോട്ടോ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കണമെന്നുള്ളതാണ്. അല്ലാത്ത 2 കൂടെ വെച്ച് അയക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ID കാർഡിൻ്റെ കോപ്പി വേണം, മൾട്ടീസ് IDയുടെ കോപ്പി. പിന്നെ വേണ്ടത് ആധാർ കാർഡിൻ്റെ കോപ്പി. പിന്നെ വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ്. അത് കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റും സ്പൗസിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൂടി ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെ ഫുൾ പേജ് കോപ്പിയുടെ ആവശ്യമില്ല, ഫ്രണ്ടും ബാക്കും മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ സെറ്റ് കോപ്പി എടുക്കുക. എന്നിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു എൻവലപ്പ് വാങ്ങിക്കുക. അവിടെ എനിക്ക് തോന്നുന്നു 50 സെൻറ്റാണെന്ന് തോന്നുന്നു. ഒരു സാധാരണ സ്റ്റേഷൻ കടയിലും അത് കിട്ടുന്നതാണ്. കോപ്പീസ് എല്ലാം എൻവലപ്പിലാക്കിയതിന് ശേഷം ഈ അഡ്രസ്സ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പോസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഇത് സാന്റാ വെനേരയിലുള്ള ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഡയറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ ആളില്ലെങ്കിൽ അവിടുത്തെ ലെറ്റർ ബോക്സിൽ ഇടുകയും ചെയ്യാം. നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഇമെയിൽ വരും, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ അത് നമ്മൾ പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അത്. അപ്പോൾ ഇതിൽ 2 അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ ഇടേണ്ടത്. ആദ്യത്തെ €60 ഈ ആദ്യം കാണുന്ന അക്കൗണ്ടിലേക്കും €2 സെപ്പറേറ്റ് ആയിട്ട് രണ്ടാമത്തെ അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത്. എന്നിട്ട് ഈ 2 അക്കൗണ്ടിലേക്ക് പൈസ അടച്ചതിൻ്റെ റെസീപ്റ്റ് നമ്മൾ എടുത്തതിൻ്റെ അത് തിരിച്ച് ഇവരുടെ മെയിലിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കറക്റ്റായെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അവർ പ്രോസസ്സിങ് സ്റ്റാർട്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഇവർ ഇന്ത്യയിലേക്ക് അയക്കും. അപ്പോൾ പുതിയതായിട്ട് എങ്ങനെയാണോ നമുക്ക് പാസ്പോർട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ പോലീസ് വെരിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യൂഷ്വലി 1 വീക്ക് കഴിഞ്ഞിട്ടാണ് പോലീസ് വെരിഫിക്കേഷൻ വരുന്നത്. സപ്പോസ് പോലീസ് ഈ 1 വീക്കിൽ വന്നില്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കോൺടാക്റ്റ് ചെയ്യാം. അതിന് ഇവരൊരു റെഫറൻസും തരുന്നുണ്ട് അതിന്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവരുടെ സൈറ്റിൽ തന്നെ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താണ് നമ്മുടെ പാസ്പോർട്ടിനെന്നുള്ളത്. ഈ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നാട്ടിൽ പാസ്പോർട്ട് പ്രിൻ്റഡ് ആകുമ്പോൾ അത് പ്രിൻ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതുപോലെ സ്റ്റാറ്റസിൽ കാണിക്കും. അതിനുശേഷം അവർ ഇന്ത്യയിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് അയക്കുമ്പോഴത്തും അതും അവർ അറിയിക്കും. ഈ സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റും. അതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ വരും, പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം. പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, പഴയ പാസ്പോർട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അവർ പഴയ പാസ്പോർട്ടിൽ ഒരു പഞ്ച് ചെയ്ത് ഒരു ഹോൾഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ പുതിയ പാസ്പോർട്ടിന് പുതിയ നമ്പറായിരിക്കും, പഴയതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ 2 പാസ്പോർട്ടും കയ്യിൽ കരുതേണ്ടതാണ്. യൂഷ്വലി അത് മെയിലിൽ തന്നെ അവർ പറയും ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുവരണം, പിന്നെ മൾട്ടീസ് IDയും കൊണ്ടുവരണം എന്നുള്ള കാര്യം. സബ്മിഷനും ഇപ്പോൾ ഇതുപോലെ ഡേറ്റ അവിടെ പോയി വരുന്നതിന് എല്ലാം കൂടി യൂഷ്വലി ഒരു 1 മന്താണ് എടുക്കാറുള്ളത് ചിലപ്പോൾ. പക്ഷെ നമ്മുടെ ഈ പൈസ അടച്ചത് റെസീപ്റ്റ് കറക്റ്റായിട്ട് അവർക്ക് കംപ്ലീറ്റ് ആയെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് പെട്ടെന്ന് അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.